ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ ഒരു ബിരിയാണി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഇതിനായിട്ടൊരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് 120 ml കപ്പിൽ ഞാനൊരു 4 കപ്പ് വലിയ ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് ഇട്ട ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് ചൂടായി തിളച്ച് വരുന്ന ആ ടൈമിൽ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരി മുഴുവനായും ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത ശേഷമാണ് നമ്മൾ കോരി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് നമ്മൾ വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു കറക്റ്റ് ആ ഒരു വേകുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് കോരി മാറ്റണം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാവേ. അപ്പോൾ അത് മുഴുവനായിട്ടും കോരി നമ്മളൊരു അരിപ്പപ്പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാവേ. ഈ ഒരു സമയത്തിനാണ് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ചെമ്മീനിലേക്കുള്ള. അതിനായിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാനും കൂടി ആയിട്ടാണ് കേട്ടോ ഈ ഒരു പാൻ എടുക്കുന്നത്. അപ്പോൾ അത്ര വലിയ പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രോൺസ് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യണം കേട്ടോ. പ്രോൺസ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് ആ എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രോൺസ് മുഴുവനായിട്ടും ആ ഓയിലിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് സവോള ആദ്യം ഇട്ട് കൊടുക്കാവേ. സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ക്യാപ്സിക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കും ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി നല്ലതുപോലെ വഴറ്റി വെന്തുടഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മന്തി മസാലയാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രോൺസിലേക്ക് ആ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച ശേഷം നമ്മൾ ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ പ്രോൺസ് നല്ലതുപോലെ സെറ്റായിട്ട് മസാലയൊക്കെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി പോർഷൻ നമ്മൾ അതിൽ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൈസ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിൽ വെച്ച ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് റൈസ് മുഴുവനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാഫ് പോർഷൻ എടുത്ത് മാറ്റി വെച്ച പ്രോൺസും കൂടി അതിന് മുകളിൽ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇങ്ങനെയൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോൾ കുരുമുളകും കൂടി അതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്ത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. അതിന് മുമ്പ് നമുക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് കളറോ യെല്ലോ കളറോ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി അതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ചെറുതീയിലിട്ട് കൊടുത്ത ശേഷമാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു പ്രോൺസിൻ്റെ മസാലയൊക്കെ എല്ലായിടത്തോട്ടും ഈവനായിട്ട് എത്താൻ വേണ്ടി നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ദേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിടാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.